ജയിലിൽ നിരാഹാരമിരിക്കുന്ന മാവോയിസ്റ്റ് രൂപേഷിനെ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ജയിൽ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരമാണ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത്. തന്റെ പുതിയ നോവലിന് സർക്കാർ പ്രസിദ്ധീകരണ അനുമതി നൽകിയില്ല എന്ന് ആരോപിച്ചായിരുന്നു രൂപേഷിന്റെ നിരാഹാരം. നടരാജ് പരശുരാം ചേരുന്നുണ്ട്. നടരാജ്, എന്താണ് രൂപേഷിന്റെ ആരോഗ്യനില? എങ്ങനെയാണ്? ഇതിൽ സർക്കാർ എടുക്കാൻ പോകുന്ന തീരുമാനം എന്തായിരിക്കും? ധന്യ, ഇന്ന് അല്പസമയം മുമ്പാണ് രൂപേഷിനെ വിയ്യൂർ ജയിലിൽ നിന്നും തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത്. കഴിഞ്ഞ കുറെ ദിവസങ്ങളിലായി രൂപേഷ് നിരാഹാര സമരത്തിലായിരുന്നു. ഇന്ന് രാവിലെയാണ് ജയിൽ അധികൃതർ ആരോഗ്യ പരിശോധന നടത്തിയത്. തുടർന്നാണ് ജയിൽ ഡോക്ടർ ആശുപത്രിയിലേക്ക് മാറ്റാമെന്ന് നിർദ്ദേശം വെച്ചതും ഉടൻ തന്നെ ജയിൽ സൂപ്രണ്ടിന്റെ നേതൃത്വത്തിൽ പോലീസും ഉൾപ്പെടെയുള്ളവർ ചേർന്ന് രൂപേഷിനെ ഇങ്ങോട്ട് മാറ്റിയത്, മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത്. രൂപേഷിന്റെ ആരോഗ്യനിലയിൽ ആശങ്കപ്പെടാനുള്ള ഒരു സാഹചര്യമില്ല എന്നാണ് വിയ്യൂർ ജയിൽ അധികൃതരിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ താൻ എഴുതിയ പുസ്തകത്തിന് ഇത്തരത്തിലൊരു പ്രസിദ്ധീകരണത്തിന് അനുമതി തേടി സർക്കാരിനെ രൂപേഷ് സമീപിച്ചിരുന്നു. ഇതിനുള്ള അനുമതി തന്നില്ല എന്നാരോപിച്ചാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി രൂപേഷ് നിരാഹാര സമരം നടത്തിയത്. ജയിൽ അധികൃതർ പറയുന്നത് ചട്ടപ്രകാരം അനുമതി തേടി സർക്കാരിന് അയച്ചിട്ടുണ്ടെന്നും ഇക്കാര്യത്തിൽ ഒരു മറുപടി വന്നിട്ടില്ല എന്നുമാണ് ജയിൽ അധികൃതർ വ്യക്തമാക്കുന്നത്. എന്തായാലും അദ്ദേഹത്തെ നിരാഹാര സമരത്തെ തുടർന്ന് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നാണ് ജയിൽ അധികൃതർ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ശരി നടരാജ്.